മരണത്തിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് പൂർണ്ണമായും CPM തന്നെയാണ്. വ്യക്തിപരമായി അവരെ ഇത്രയും ആക്ഷേപിച്ചതിൽ മനം നൊന്താണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്. അവരെ കടം വന്നു, അവർക്ക് ശരിയാണ്, കടം തീർക്കും. തീർക്കാൻ അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നു, അതിനവർ ശ്രമിക്കുകയായിരുന്നു, കടം തീർക്കുമായിരുന്നു. പലർക്കും കടമില്ലേ, കടം വന്നാൽ കടം തീർക്കും. പക്ഷേ അതിന് ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ വ്യക്തിപരമായി ഇത്ര ക്രൂരമായി ആക്ഷേപിച്ചതിൽ മാനസികമായി അവരെ മനസ്സ് വേദനിച്ചാണ് ആത്മഹത്യ ചെയ്തത്. തീർച്ചയായും അവരുടെ ഈ മരണത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് ഇവിടുത്തെ CPM പ്രവർത്തകർ തന്നെയാണ്, CPM നേതാക്കന്മാർ തന്നെയാണ്. ഇത് അവരതിന് മറുപടി പറഞ്ഞേ തീരൂ. ഈ ആദ്യഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ നമ്മൾ ആക്ഷേപം ഉന്നയിക്കുകയും പിന്നീട് പോലീസ് CPM നേതാക്കളെ വെറുതെ വിടുകയൊക്കെ ചെയ്യുന്നതാണ് കണ്ടത്. പക്ഷെ ഇതിൽ ഒരു തുടർ ഇടപെടൽ ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. KPC പ്രസിഡന്റ് എത്തുകയാണ് ഇവിടെ. 9:30 മണിക്ക് ഈ വീട് സന്ദർശിക്കുന്നുണ്ട്. വന്നിട്ട് ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിക്കും. പാർട്ടി ശക്തമായ തുടർ പരിപാടിയുമായിട്ട് മുൻപോട്ട് പോകും. ഇതിൽ CPMന്റെ കുത്തക വാർഡ് ശ്രീജ പിടിച്ചെടുത്തിരുന്നു. ആ വാർഡിലെ ഇനിയുള്ള തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ആക്രമണം എന്നൊരു ആരോപണം കൂടി കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. ശരിയാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ 3-4 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കോൺഗ്രസ്സുകാർ ജയിച്ചു വരുന്ന വാർഡുകൾ ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബോധപൂർവം വ്യക്തികളെ ആക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് CPM ഇവിടെ മാത്രമല്ല പലയിടത്തും എടുത്തിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ഇരയാണ് ശ്രീജ. ഞങ്ങൾക്ക് വളരെയേറെ മാനസിക പ്രയാസമുണ്ട്.